പ്രവാസി മലയാളിയുടെ കൈപുണ്യത്തിൽ ആഫ്രിക്കൻ ബന്ദിപ്പൂവിന് 100 മേനി വിളവ്. കൊല്ലം കടവൂർ തെങ്ങുവിളയിൽ ബി രാമചന്ദ്രൻ പിള്ളയാണ് വീട്ടുമുറ്റത്ത് ബന്ദിപ്പൂക്കളാൽ ബന്ദിപ്പൂക്കളം തീർത്തത്. പ്രവാസ ജീവിതം മതിയാക്കി രാമചന്ദ്രൻ പിള്ള 10 വർഷം മുമ്പ് നാട്ടിലെത്തി കൃഷിയിൽ വ്യാപൃതനായി. ഓരോ വർഷവും വിവിധ തരം കൃഷികൾ. വീട്ടുമുറ്റത്ത് ചീര കൊണ്ട് പൂന്തോട്ടമുണ്ടാക്കി ഇപ്പോൾ ലാഭം പ്രതീക്ഷിച്ച് ബന്ദിപ്പൂ കൃഷിയിലേക്ക് മാറി. ഇത് ഒരു ബന്ദി കൃഷി ഓണത്തോടനുബന്ധിച്ച് ചെയ്യണമെന്ന് നേരത്തെ നമുക്ക് അതിൻ്റെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്രാവശ്യം ഹൈബ്രിഡ് ആഫ്രിക്കൻ ബന്ദി നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. അത് 20 ദിവസം പ്രായമായ തൈകളാണ്. അതുകൊണ്ട് ഏകദേശം 700 മൂടോളം തൈ നമ്മൾ നട്ട്. ഇത് നമ്മൾ നോക്കിയാണൊക്കെ ലാഭം വരാണ്ട് ഒരു മൂട്ടിൽ നിന്ന് 1 കിലോ മേളിൽ ഫ്ലവർ കിട്ടുമെന്നാണ് തോന്നുന്നത്. എന്നുവെച്ചാൽ ഒരു മൂട്ടിൽ ഏകദേശം 40-50 പൂക്കൾ കാണും. അത് വലിയ ഗ്രോത്തുള്ള പൂക്കളോ വലിയ പൂവുമാണ്. വിവിധ ഇനം പച്ചക്കറികൾ, വ്യത്യസ്ത ഇനം ചീരകൾ എന്നിവയും മുമ്പ് കൃഷി ചെയ്തിരുന്നു. ഇതിലും ഹിറ്റായി. പൂക്കൃഷി ചെയ്യുന്നത് ഇതാദ്യം. ഓണം ലക്ഷ്യമാക്കി ഇത്തവണ ബന്ദിപ്പൂ കൃഷി. മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ആഫ്രിക്കൻ ബന്ദി സ്വദേശത്തെക്കാളും കേരള മണ്ണിൽ ലയിച്ചു. തൃശ്ശൂരിൽ നിന്നും സങ്കര ഇനത്തിൽപ്പെട്ട 20 ദിവസം പ്രായമുള്ള തൈകൾ എത്തിച്ചു. വളവും മിശ്രിതങ്ങളും ചേർത്ത് തയ്യാറാക്കിയ മണ്ണിൽ 2 മാസം മുമ്പ് 700 തൈകൾ നട്ടു. ഒരു ചെടിയിൽ നിന്ന് 1 കിലോ പൂവ് 2 തവണ വിളവെടുക്കാം. ചെടിയിലെ ശാഖകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് വിളവും കൂടുമെന്ന് രാമചന്ദ്രൻ പിള്ളയുടെ അനുഭവം. നഴ്സറിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് വളപ്രയോഗം. ഭാര്യ ലതയും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മകൻ അഭിരാമും കൃഷിയിൽ സഹായിക്കുന്നു. തൃക്കടവൂർ കൃഷിഭവന്റെ ഉൾപ്പെടെ മികച്ച കർഷകനുള്ള പുരസ്കാരങ്ങളും രാമചന്ദ്രൻ പിള്ളയ്ക്ക് ലഭിച്ചിരുന്നു. ഭൂമിയും വേണം, മനസ്സും വേണം. അതാണ് രാമചന്ദ്രൻ്റെ വിജയം. അദ്ദേഹം നേരത്തെ പച്ചക്കറി കൃഷി, ചീരകൃഷി, ഇപ്പോൾ വീടിന് ചുറ്റും പൂന്തോട്ടമാണ് ഒരുക്കിയത്. പക്ഷേ ഇതൊരു വരുമാനമാണ്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.